ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അത്താഴത്തിന് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസ് വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ റോൾ ഉണ്ടാക്കിയാലോ. ഇത് ഏകദേശം 3 പേർക്ക് സെർവ് ചെയ്യാനുണ്ടാവും. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി വൃത്തിയായി കഴുകി തൊലി കളഞ്ഞ് ഉപ്പിട്ട് വേവിച്ചത്, 10 കാഷ്യൂ നട്ട് കുതിർത്തത്, 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ, കുറച്ച് കുരുമുളക്. ഉരുളക്കിഴങ്ങ് വേവിച്ചതും കാഷ്യൂ നട്ടും കുരുമുളകും തേങ്ങാപ്പാലൊഴിച്ച് നന്നായി ഫൈനായിട്ട് മിക്സിയിൽ അരയ്ക്കുക. മിക്സിയിൽ അരയ്ക്കുമ്പോൾ കുരുമുളക് ഒപ്പം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കാം. അല്ല, ഒരു സ്റ്റെപ്പ് ഉരുളക്കിഴങ്ങ് അരച്ചതിന് ശേഷം കുരുമുളക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചിലർക്ക് കുരുമുളകിൻ്റെ തരികളൊക്കെ കടിക്കണത് ഇഷ്ടമുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കുരുമുളക് ആഡ് ചെയ്താലും മതിയാവും. ഇതൊക്കെ തേങ്ങാപ്പാലൊഴിച്ച് നന്നായി അരച്ചതിന് ശേഷം നമുക്ക് ഈ അരച്ചതിൻ്റെ തിക്നെസ് നല്ല ടൈറ്റായിട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും തേങ്ങാപ്പാലൊഴിച്ചിട്ട് നമുക്കത് കട്ടി കുറച്ച് അരച്ചെടുക്കാം. വെള്ളം ആഡ് ചെയ്യുന്നതിന് പകരം തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ഇതിൽ ക്രീമി മയണൈസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പനീറിൻ്റെ ചെറിയൊരു ക്യൂബ് ഇട്ടിട്ട് അരച്ചാലും ടേസ്റ്റ് ഉണ്ടാവും. പനീറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങാപ്പാലായാലും ആഡ് ചെയ്യാം. ഇനി ഇതിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ആവുന്നതും വിനാഗിരി ആഡ് ചെയ്യാതിരിക്കുക. നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇതിൽ വിനാഗിരിയുടെ ആവശ്യമില്ല. ഇങ്ങനെ തേങ്ങാപ്പാലൊഴിച്ച് അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് നല്ല വൃത്തിക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 10-20 സെക്കൻഡ് തുടർച്ചയായിട്ട് അടിച്ചെടുത്താൽ നല്ല ഫൈനായിട്ടുള്ള തിക്നെസ്സോടുകൂടി കിട്ടും. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ലൂസാക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ക്രീമി തിക്നെസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. ആവശ്യത്തിന് തേങ്ങാപ്പാൽ കൂട്ടിയോ കുറച്ചൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയണൈസാണ്. കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. മാത്രമല്ല, നമ്മൾ ഹോട്ടലിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകുമ്പോൾ എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. അല്ലാത്ത രീതിയിലുള്ള മയണൈസുകളൊക്കെ മൈദ ആഡ് ചെയ്തിട്ടുള്ളതൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളതൊക്കെ വീട്ടിൽ ഉണ്ടാക്കി ശീലിച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ഹെൽത്തിന് കുറച്ചുകൂടി ഗുണമാണ്. ഇനി ഒരു കുക്കുംബറും 2 ക്യാരറ്റും എടുത്തിട്ട് ചീവിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി റോളിലേക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഈ കട്ട് ചെയ്ത കുക്കുംബറും ക്യാരറ്റും ചപ്പാത്തിയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മയണൈസ് ആഡ് ചെയ്യാം. ഇനി സോസ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് സോസും ആഡ് ചെയ്യാം. സോസും നമുക്ക് ഇതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇതേപോലെ മയണൈസ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ മയണൈസ് കുറച്ച് അധികം കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി ഉരുളക്കിഴങ്ങും കാഷ്യും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ 2 അല്ലി ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്നതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി അതിലിട്ട് വേവിച്ചിട്ട് അങ്ങനെയും അടിച്ച് ചേർക്കാം. നമുക്കത് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ റോളിലൊക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മയണൈസാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.